നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം റീൽസുകളോ യൂട്യൂബ് ഷോർട്സുകളോ കാണുമ്പോൾ നമുക്ക് നിർത്തിക്കളയാൻ തോന്നാത്തത്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലികളായ എഞ്ചിനീയർമാരും സൈക്കോളജിസ്റ്റുകളും ചേർന്നൊരുക്കിയ ഒരു വലിയ കെണിയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സ്വർണമോ എണ്ണയോ ആണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് ലോകം ഭരിക്കുന്ന വമ്പൻ കമ്പനികൾക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ, അതായത് അറ്റൻഷൻ. അതാണ്. നിങ്ങൾ സൗജന്യമായി ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ യഥാർത്ഥത്തിൽ സൗജന്യമാണോ? ആണെന്ന് നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളുടെ ഓരോ നിമിഷവും അവർ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. നിങ്ങളെ എങ്ങനെ ഒരു സ്ക്രീനിന് മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും തളച്ചിടാമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് ഡോളറാണ് ഈ സംഘം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളും മെറ്റയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ വമ്പൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നു. എന്തുകൊണ്ട്? കാരണം അവിടെ ഉൽപ്പന്നം ആപ്പുകളല്ല, പകരം ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. നമ്മളുടെ ഓരോ സെക്കൻഡും അവർ പരസ്യ കമ്പനികൾക്ക് വിൽക്കുകയാണ്. ഇതിനെയാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കെമിക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ സന്തോഷം തരുന്നൊരു ഹോർമോണാണ്. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലത് എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഗാംബ്ലിംഗ്, ചൂതാട്ടം പോലെയാണ്. ഈ ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പണം ഇറക്കുന്നത് പോലെ. നല്ലൊരു വീഡിയോ ഇനിയും കാണാൻ കഴിഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയം ഇതിനിട്ട് കൊടുക്കുകയാണ്, എറിഞ്ഞു കൊടുക്കുകയാണ്. 2006 അസ റസ്കിൻ എന്ന ഡിസൈനറാണ് ഇൻഫിനിറ്റ് സ്ക്രോൾ എന്ന സംവിധാനം കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ പണമൊന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളുടെ ചിരി കാണേണ്ട സമയത്ത്, പ്രിയപ്പെട്ടവരോട് സംസാരിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ സ്വന്തം കരിയറിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു ചെറിയ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഏകാഗ്രത, അറ്റൻഷൻ സ്പാൻ ഒരു ഗോൾഡ് ഫിഷിനേക്കാൾ കുറവാണെന്നാണ് സയൻസ് പഠനങ്ങൾ പറയുന്നത്. ഒരു ഗോൾഡ് ഫിഷിന്റെ ശ്രദ്ധാ കാലയളവ് 9 സെക്കൻഡാണ്. അതായത് ഒരു ഗോൾഡ് ഫിഷ് അനങ്ങാതെ നിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടിയ സമയം 9 സെക്കൻഡാണ്. 9 സെക്കൻഡിൽ കൂടുതൽ സമയം അനങ്ങാതെ നിൽക്കാൻ അതിന് പറ്റില്ല. ഒരു ചെറിയ മീനിനേക്കാൾ കുറഞ്ഞ സമയമേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്നത്തെ മനുഷ്യന് കഴിയുന്നുള്ളൂ. അതായത് ഗോൾഡ് ഫിഷിനേക്കാളും വേഗത്തിൽ ചലിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ. ആഴത്തിലുള്ള ചിന്തകൾ, വായന, പഠനം എന്നിവയെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുന്നു. മൈക്രോസോഫ്റ്റ് നടത്തിയ ഒരു പഠനമനുസരിച്ച് മനുഷ്യന്റെ ശരാശരി ഏകാഗ്രത 12 സെക്കൻഡിൽ നിന്നും 8 സെക്കൻഡിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഗോൾഡ് ഫിഷ് എടുക്കുന്ന സമയത്തെക്കാളും കുറവ് സമയം മാത്രമേ ഇപ്പോൾ നമുക്ക് ഏകാഗ്രത ലഭിക്കുന്നുള്ളൂ എന്ന് സാരം. ഇനി നിങ്ങളൊരു ആപ്പിന് വേണ്ടി പണം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഉപഭോക്താവല്ല, പകരം നിങ്ങൾ അവിടുത്തെ വിൽപ്പന ചരക്കാണ്. ഇത് പലരും അറിയാതെയാണ് ആപ്പുകൾ ഉപയോഗിക്കുന്നത്.